നാളുകളായുള്ള സഹനത്തിന് ശേഷമാണ് പാകിസ്ഥാനെതിരെ തിരിയാൻ ഇന്ത്യ തീരുമാനിച്ചത്. തുടക്കം മുതൽ അത്രമാത്രം പ്രകോപിച്ചിട്ടും യുദ്ധമെന്നൊരു വാക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഒടുക്കം സഹികെട്ടപ്പോൾ ഇന്ത്യയുടെ ചുണക്കുട്ടന്മാർ പാകിസ്ഥാനെ നേരിടുകയും വിജയിക്കുകയുമായിരുന്നു. എന്നിരുന്നാലും യുദ്ധത്തിൽ മുക്കാൽ ഭാഗത്തും പാകിസ്ഥാന്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാനുള്ള വഴികളാണ് ഇന്ത്യ നോക്കിയിരുന്നത് എന്ന് തന്നെ പറയേണ്ടതായി വരും. പാകിസ്ഥാന്റെ നിരവധി ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ തകർന്നു വീണത്. ഇപ്പോഴത്തെ യുദ്ധമുണ്ടാക്കിയ നഷ്ടത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഭീകരതയ്ക്കെതിരായ സന്ദേശമായ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഉണ്ടായത് കനത്ത നഷ്ടമാണെന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ. പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചാണ് 4 ദിവസത്തെ പോരാട്ടം ഇന്ത്യ അവസാനിപ്പിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഉൾപ്പെടെ പാകിസ്ഥാന് നഷ്ടമായിട്ടുണ്ട്. 6 യുദ്ധവിമാനങ്ങൾ, 2 അത്യാധുനിക വ്യോമ നിരീക്ഷണ വിമാനങ്ങൾ, 1 അമേരിക്കൻ നിർമ്മിത C-130 ചരക്ക് വിമാനം, 30-ലധികം മിസൈലുകൾ, നിരവധി ഡ്രോണുകൾ എന്നിവയാണ് നശിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇന്ത്യ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നികത്താനാവാത്ത നാശനഷ്ടം സംഭവിച്ചതായാണ് പാകിസ്ഥാന്റെ അവലോകനത്തിലും വ്യക്തമായിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വ്യോമസേനയും കരസേനയും ആക്രമിച്ച സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇന്ത്യ പുറത്തുവിടാത്ത സ്ഥലങ്ങളുടെ വിവരങ്ങളും പാക് രേഖകളിലുണ്ട്. 300 കിലോമീറ്ററോളം പരിധിയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള സുദർശൻ മിസൈലിന്റെ ആക്രമണത്തിലാണ് പാകിസ്ഥാന്റെ നിരീക്ഷണ വിമാനം തകർന്നത്. പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുന്നതിനായി ബ്രഹ്മോസ് അടക്കം പ്രയോഗിച്ചതായി ഇന്ത്യ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ വ്യോമസേനയുടെ ഭാഗമായ ചൈനീസ് നിർമ്മിതമായ ഡ്രോണുകളും ഇന്ത്യ തകർത്തവയിൽ ഉൾപ്പെടും. മെയ് 6 മുതൽ 10 വരെയാണ് പോരാട്ടം നീണ്ടുനിന്നത്. കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെങ്കിൽ ജനവാസ മേഖലകളിലേക്കാണ് പാകിസ്ഥാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനമാണ് മിസൈലുകൾ അതിർത്തി കടക്കാതെ തിരിച്ചുവിട്ടത്. അതേസമയം കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ സമാധാനം കൂടുതൽ കാലം നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. കാശ്മീരിന്റെ കാര്യത്തിൽ തീരുമാനമാവും വരെ ഇന്ത്യയെ വിടാതെ പിന്തുടരുമെന്നാണ് പാകിസ്ഥാന്റെ സൈനിക തലവൻ യോഗത്തിൽ പറഞ്ഞത്. എന്നിരുന്നാലും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അടുത്ത ആക്രമണത്തിനുള്ള കെൽപ്പ് തൽക്കാലം പാകിസ്ഥാനിലില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ട്രംപുമായൊക്കെ അടുത്ത കാലത്തായി പാകിസ്ഥാൻ തുടരുന്ന കള്ളസ്നേഹം കാണുമ്പോൾ പാകിസ്ഥാന്റെ അടുത്ത നീക്കം ഉടൻ ഉണ്ടാവുമെന്ന സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് വേണം പറയാൻ.